ഉമ്മ നാളെന്താ ബീഫോ മട്ടനോ അതോ ചിക്കനോ? മത്തി. ചോറും മത്തിക്കറി ഉണ്ടാക്കും. അത് മത്തി കിട്ടിയ ഇല്ലേ കുമ്പളങ്ങ കറി കൂട്ടി തിന്നോളാം. എന്താണ് ഉമ്മ നാളെ വലിയ പെരുന്നാളല്ലേ? വലുതായിട്ടൊന്നുമില്ലേ? വലുതായിട്ടൊരു വലിയ ചൊട്ടുകരിപ്പുണ്ട്. ആ ചൂടാക്കിട്ട് എന്റെ ഇരിക്കുന്നോടത്ത് വെച്ചേരട്ടെ. അതല്ല ബീഫ് ബിരിയാണി, ബീഫ് ഉലത്തിയത്, അങ്ങനെ എന്തെങ്കിലും കനത്തില്. അല്ലോ എന്റെ കുട്ടിക്ക് കനത്തിനാണോ? കനത്തിനാണെങ്കിൽ പുറത്ത് അമ്മിക്കല്ല് ഇരിപ്പുണ്ട്. അതെടുത്ത് അങ്ങ് താങ്ങിക്കോ. ബാക്കിയുള്ളവർക്ക് ഇവിടെ ഒന്നും നടുവ് പുറത്താൻ സമയം കിട്ടുന്നില്ല. അടുക്കളപ്പണിയെല്ലാം എടുത്ത് അടപ്പടല് ഊപ്പാറുകളിരിക്കുക. അപ്പോഴവന്റെ ബീഫ് ബിരിയാണിയും ബീഫ് ഉലത്തിയതും. ചെറിയ പെരുന്നാളിന് വലിയ കുറവൊന്നും വരുത്തിയിട്ടില്ലല്ലോ. നാളേക്ക് ചോറും കുമ്പളങ്ങ കറിയും അത് മതി. അല്ല പിന്നെ എന്റെ ഭാഗത്തും തെറ്റുണ്ട്. ഉമ്മാന്റെ ചോദിക്കണ്ടായിരുന്നു, പാവം. അസ്ലമ, അസ്ലു, അസ്ലു. ഇതെന്താ മക്കളെ രാവിലെ തന്നെ എങ്ങോട്ട് ഇറങ്ങിയതാ? ഇങ്ങോട്ടേക്കായിട്ട് വന്നാണ് ഉമ്മ. അസ്ലം വിളിച്ചിരുന്നു. ഇന്ന് വലിയ പെരുന്നാളായോണ്ട് ഉച്ചയ്ക്ക് ഇവിടുന്ന് ആക്കാന്ന് പറഞ്ഞു. തീർന്നിട്ടില്ല, വിഷ്ണു അനുവും പിന്നാലെ വരുന്നുണ്ട്. ഓൺ ദ വേയാ. ആഹാ, നിങ്ങൾ രാവിലെ തന്നെ എത്തിയോ? വാ വാ, ഇരി. ഓഹോ, സൈക്ലോണിക്കൽ മൂവ്മെന്റ്. പിന്നല്ലാണ്ട് കഴിഞ്ഞ ചെറിയ പെരുന്നാളിന് ഉമ്മ ഉണ്ടാക്കി തന്ന ബീഫ് ബിരിയാണി, ഊഫ്, അതിന്റെ ടേസ്റ്റ് ഇതുവരെ നാവുന്ന് പോയിട്ടില്ല. എന്നാ പിന്നെ ഉച്ചയ്ക്ക് കഞ്ഞിയാക്കാ. ആ ടേസ്റ്റിലൊന്ന് കഴിച്ചോളൂല്ലോ. അയ്യോ, എന്റെ നാവുന്ന ആ ടേസ്റ്റ് എപ്പോഴേ പോയിട്ടോ. ഉമ്മ വെറുതെ തമാശ പറയടാ. ഇപ്രാവശ്യം ബീഫ് ബിരിയാണി തന്നെ, പിന്നെ സ്പെഷ്യൽ പോത്തുലത്തിയതും അല്ലേ ഉമ്മ? ഉവ്വോ, ഇന്നേക്കൊരു പുടി. ഒന്നും ഇങ്ങോട്ട് വന്നേ. ഉമ്മ ഒരു കാര്യം പറയട്ടെ. ആ, ഒരു മിനിറ്റ്. എന്തോമ്മ? ഐഡിയ കൊള്ളാം, നന്നായിട്ടുണ്ട്. താങ്ക്സ്. ദാ അങ്ങാടി പോയി സാധനങ്ങൾ വാങ്ങിയോണ്ട് വാ. ഒന്ന് കിട്ടിയാലെന്താ, ബിരിയാണി കേട്ടാലോ. എടാ ഇപ്പൊ വരാട്ടോ. എന്താണ് അവിടെ ഒരു ശബ്ദം കേട്ടത്? അത് ഒന്നുമില്ല മക്കളെ, ഒരു പോത്തിന് ഉരത്തിയതാ. ഉമ്മ വെള്ളം കലക്കാ.